കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സോഷ്യൽ സയൻസ് ജിയോഗ്രഫി വിഭാഗത്തിലെ 5-ാമത്തെ അധ്യായം സമുദ്രവും മനുഷ്യനും എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സമുദ്രജലത്തിൻ്റെ പ്രധാന സവിശേഷതകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ വിശദീകരണവുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. സമുദ്രജലത്തിന് പ്രധാനമായും 3 സവിശേഷതകളാണുള്ളത്. ഒന്ന് താപം, മറ്റൊന്ന് ലവണത്വം, മറ്റൊന്ന് സാന്ദ്രത. ഈ 3 സവിശേഷതകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. വളരെ വിശദമായി തന്നെ നമ്മളത് പറഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് സമുദ്രജലത്തിന്റെ ആ സവിശേഷതകൾ കാരണം സമുദ്രജലത്തിൽ വിവിധ തരത്തിലുള്ള ചലനങ്ങൾക്ക് കാരണമാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ആ സമുദ്രജല ചലനങ്ങളെ കുറിച്ചാണ്. നമ്മൾ സമുദ്രജല ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 3 ചലനങ്ങളാണ് സമുദ്രത്തിന് ഉണ്ടാകുന്നത്. അതായത് സമുദ്രജലത്തിന്റെ സവിശേഷതകൾക്കനുസരിച്ച് സമുദ്രജലത്തിന് പ്രധാനമായും 3 ചലനങ്ങളാണ് ഉള്ളത്. അവ ഏതൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം. 1 തിരമാലകൾ, 2 വേലികൾ, 3 സമുദ്രജല പ്രവാഹങ്ങൾ. ഈ 3 ചലനങ്ങളാണ് പ്രധാനമായും സമുദ്രജലത്തിന്റെ സവിശേഷതയുടെ ഭാഗമായി ഉണ്ടാകുന്നത്. തിരകൾ എന്താണെന്നും അതുപോലെ തന്നെ വേലികൾ എന്താണെന്നും എത്ര തരം വേലികൾ ഉണ്ടെന്നും അതുപോലെ തന്നെ എന്താണ് സമുദ്രജല പ്രവാഹമെന്നും എത്ര സമുദ്രജല പ്രവാഹങ്ങൾ നമുക്കുണ്ടെന്നും തുടർന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് തിരകളെ കുറിച്ചാണ്. എന്താണ് തിരമാലകൾ, എങ്ങനെയാണ് തിരമാലകൾ ഉണ്ടാകുന്നത്, തിരമാലകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് തിരമാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്ര ജലത്തിന്റെ നിമ്നോന്നതമായ ചലനത്തെയാണ് തിരകൾ എന്ന് പറയുന്നത്. നിമ്നോന്നത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തിരമാലയുടെ ചലനം ഏത് രീതിയിലാണ്. അതായത് ഒരു ഭാഗം ഉയർന്ന് പിന്നീട് താഴ്ന്ന് പിന്നീട് ഉയർന്ന് പിന്നീട് താഴ്ന്ന് അങ്ങനെ ഒരു തരംഗ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത് തിരമാലകൾ ഉണ്ടാവുന്നത്. അപ്പോൾ സമുദ്രജലത്തിന്റെ ഇത്തരത്തിലുള്ള നിമ്നോന്നതമായിട്ടുള്ള ചലനങ്ങളെയാണ് നമ്മൾ തിരകൾ എന്ന് പറയുന്നത്. ഈ തിരകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? തിരകൾ ഉണ്ടാകുന്നത് കാറ്റുകൾ മൂലമാണ്. അതായത് കാറ്റുകൾ സമുദ്ര ജലോപരിതലത്തിൽ ഉണ്ടാക്കുന്ന ഘർഷണമാണ് തിരകൾക്ക് കാരണമാണ്. ഇനി നമുക്കൊരു ചിത്രം നോക്കാം. ഈ ചിത്രത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന തിരമാലയുടെ ഒരു ചിത്രമാണ്. ആ ചിത്രത്തിൽ തിരമാലയുടെ വ്യത്യസ്ത ഭാഗങ്ങൾക്ക് പറയുന്ന പേരുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി തിരമാലയുടെ ഏറ്റവും താഴ്ന്ന ഭാഗം അഥവാ ബോട്ടം പാർട്ട് അറിയപ്പെടുന്ന പേരാണ് തിരതടം അഥവാ ട്രഫ് എന്ന് പറയുന്നത്. തിരയുടെ താഴെ ഭാഗത്തുള്ള ബോട്ടം പാർട്ടിന് പറയുന്ന പേരാണ് ട്രഫ് അഥവാ തിരതടം എന്ന് പറയുന്നു. ഇനി തിരയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് പറയുന്ന പേരാണ് തിരശിഖരം അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നത്. തിരയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് പറയുന്ന പേര് തിരശിഖരം അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നു. ഇനി ഈ തിരയുടെ തിരതടം മുതൽ തിരശിഖരം വരെ അഥവാ ട്രഫ് മുതൽ ക്രസ്റ്റ് വരെയുള്ള ഉയരത്തിനെ പറയുന്ന പേരാണ് വേവ് ഹൈറ്റ് അഥവാ ഉന്നതി എന്ന് പറയുന്നത്. തിരശിഖരം മുതൽ തിരതടം വരെയുള്ള ഉയരത്തെ പറയുന്ന പേരാണ് ഉന്നതി അഥവാ വേവ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റ്, 2 തിരകൾ തമ്മിലുള്ള ദൂരം. ചിത്രത്തിൽ ABC എന്ന് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ A മുതൽ B വരെയുള്ള ഒരു തിര തമ്മിലുള്ള ദൂരമാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള തിരയുടെ ദൂരത്തെ പറയുന്ന പേരാണ് തിരാദൈർഘ്യം അഥവാ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ AB എന്നുള്ളത് ഒരു തിരാദൈർഘ്യമാണ്. അതുപോലെ തന്നെ B മുതൽ C വരെയുള്ളതും തിരാദൈർഘ്യമാണ് അഥവാ വേവ് ലെങ്ത് ആണ്. ഇങ്ങനെയാണ് തിരമാലകൾ രൂപം കൊള്ളുന്നതും തിരമാലകളുടെ രൂപമായിട്ട് വരുന്നതും. ഇനി നമ്മൾ പറഞ്ഞു തിരമാലകളുടെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റുകൾ സമുദ്ര ഉപരിതലത്തിൽ വരുത്തുന്ന ഘർഷണമാണ് കാരണമെന്ന് പറഞ്ഞു. ഈ കാറ്റുകളുടെ വേഗതയ്ക്കനുസരിച്ച് തിരമാലയിലും വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ശക്തിയേറിയ കാറ്റുകൾ അടിക്കുമ്പോൾ തിരമാലകൾക്കും ശക്തി കൂടും. അതുപോലെ തന്നെ ശക്തി കുറഞ്ഞ കാറ്റുകളാണെന്നുണ്ടെങ്കിൽ തിരമാലകൾക്ക് ശക്തി കുറയുകയും ചെയ്യും. ഇങ്ങനെ ശക്തി കൂടിയ സമയത്തുള്ള തിരമാലകൾ കാറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ശക്തമായ തിരമാലകളെയും നിർമ്മിക്കാറുണ്ട്. ഇങ്ങനെ ശക്തമായിട്ടുള്ള തിരമാലകൾ ചിലപ്പോൾ കടലാക്രമണത്തിന് കാരണമാകും. അപ്പോൾ കടലാക്രമണം തടയുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കടലോരങ്ങളിൽ
പാറകൾ നിക്ഷേപിക്കുക. നമുക്കറിയാം പല കടൽ പ്രദേശങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, കടൽ തീരങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ്, വലിയ പാറക്കല്ലുകൾ ഉണ്ടാവും. ഈ പാറക്കല്ലുകളിൽ തട്ടിയിട്ട് തിരകൾ തെറിച്ചു പോകുന്നത് നമ്മൾ കാണും. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണത്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ അപ്പോൾ കടൽ തീരങ്ങളിൽ പാറകൾ നിക്ഷേപിക്കുകയാണ് കടലാക്രമണം തടയാനുള്ള ഒരു പ്രധാന മാർഗമായിട്ട് പറയുന്നത്. രണ്ടാമത്തത് പുലിമുട്ടുകൾ നിർമ്മിക്കുക. മൂന്നാമത്തത് കണ്ടൽ കാടുകൾ വെച്ചുപിടിക്കുക. അതുപോലെ തന്നെ പ്രകൃതിദത്തമായി ഉണ്ടാകുന്ന മണൽ ഭിത്തികൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കടലാക്രമണം തടയുന്നതിനുള്ള മാർഗങ്ങളായി സ്വീകരിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഭാഗമാണ് വേലികൾ എന്ന് പറയുന്നത്. എന്താണ് വേലികൾ? എത്ര തരം വേലികൾ നമുക്കുണ്ട്? ഏതൊക്കെയാണ് ആ വേലികൾ? എന്താണ് വേലിയിറക്കവും വേലിയേറ്റവും? ഇത് ഉണ്ടാകുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ സമുദ്രജല ചലനങ്ങൾക്ക് അടുത്ത ഉദാഹരണമാണ് വേലികൾ. വേലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയ പരിധിക്കുള്ളിൽ സമുദ്രജല പരപ്പിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയുമാണ് വേലികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉയർച്ചയെയും താഴ്ചയെയും നമ്മൾ ഓരോ പേര് പറയും. ഒന്ന് വേലിയേറ്റമെന്നും മറ്റൊന്ന് വേലിയിറക്കമെന്നും. എന്തായിരിക്കും ഈ വേലികൾക്കുള്ള പ്രധാനമായ കാരണങ്ങൾ? ഇനി വേലിയേറ്റത്തിനുള്ള കാരണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒരു പ്രധാന കാരണം പറയുന്നത് ഭൂമിയുടെ മേൽ സൂര്യനും ചന്ദ്രനും ചെലുത്തുന്ന ആകർഷണ ബലമാണ് വേലിക്കുള്ള ഒരു പ്രധാന കാരണം. അതായത് ഭൂമിയുടെ മേലെ സൂര്യനും ചന്ദ്രനും ചെലുത്തുന്ന ആകർഷണ ബലമാണ് വേലിയേറ്റത്തിന് ഒരു പ്രധാന കാരണമായി പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലം ഉണ്ടാകുന്ന അപകേന്ദ്ര ബലം. ഈ കാരണം കൊണ്ടും വേലികൾ സൃഷ്ടിക്കപ്പെടാറുണ്ട്. ഇനി വേലിയേറ്റവും വേലിയിറക്കവും എന്താണെന്നും എങ്ങനെയാണ് ഇത് സൃഷ്ടിക്കപ്പെടുന്നത് എന്നും നമുക്കൊന്ന് നോക്കാം. ഇനി വേലിയേറ്റവും വേലിയിറക്കവും ഹൈറ്റൈഡും ലോ ടൈഡും കാണിക്കുന്ന ഒരു ചിത്രമാണ് സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ എ എന്ന് പറയുന്ന ഭാഗം ചന്ദ്രന് അഭിമുഖമായി, ചന്ദ്രനെ ഫേസ് ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ ഭാഗമാണ്. ഇവിടെ വേലിയേറ്റം അതായത് ഹൈ ടൈഡ് ഉണ്ടാകുന്നുണ്ട്. ആ ആരോ മാർക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. വെള്ളം ചന്ദ്രന്റെ ഭാഗത്തേക്ക് നീങ്ങി പോകുന്നു, അവിടെ വേലിയേറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ വേലിയേറ്റം, ഈ എ എന്ന് പറയുന്ന സ്ഥലത്ത് വേലിയേറ്റം ഉണ്ടാകാൻ കാരണം ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ഗ്രാവിറ്റേഷണൽ പുള്ളാണ്. അതായത് ഗുരുത്വാകർഷണ ബലം മൂലമാണ് ഇവിടെ വേലിയേറ്റം, അതായത് വെള്ളം കരയിലേക്ക് കയറാൻ കാരണം. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ബി എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ട്? അവിടെയും വേലിയേറ്റം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവിടെ എന്തില്ല? ചന്ദ്രനില്ല. എന്നിട്ടും അവിടെ എന്തുകൊണ്ടാണ് വേലിയേറ്റം ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം ഭൂമിയുടെ ഭ്രമണം മൂലമുണ്ടാകുന്ന ഒരു ബലമുണ്ട്. ആ ബലമാണ് സെൻട്രൽ ഫ്യൂഗൽ ഫോഴ്സ് അഥവാ അപകേന്ദ്ര ബലം. ഈ അപകേന്ദ്ര ബലം മൂലമാണ് ബി എന്ന് പറയുന്ന സ്ഥലത്ത് വേലിയേറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന സ്ഥലത്തും ബി എന്ന് പറയുന്ന സ്ഥലത്തും വേലിയേറ്റം അഥവാ സമുദ്രത്തിലെ വെള്ളം കരയിലേക്ക് കയറുന്നുണ്ട്. ഇനി രണ്ട് സ്ഥലങ്ങൾ, നേരെ മറ്റു രണ്ട് സ്ഥലങ്ങളുണ്ട്. സി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഡി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? വെള്ളം താഴേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. ആരോ മാർക്ക് താഴോട്ടാണ്. അവിടെ വെള്ളം കരയിൽ നിന്ന് താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. അവിടെ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ വേലിയിറക്കം, ലോ ടൈഡാണ് സംഭവിക്കുന്നത്. അതായത് വേലിയേറ്റം നടക്കുന്ന എ ബി എന്ന് പറയുന്ന സ്ഥലങ്ങൾക്ക് 90 ഡിഗ്രി അകലെയാണ് ഈ സി ഡി എന്ന് പറയുന്ന പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പ് താഴുകയാണ്, അഥവാ വേലിയിറക്കമാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ എന്തുകൊണ്ടാണ് ഈ വേലിയിറക്കം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് അവിടെ വെള്ളം താഴേക്ക് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയുള്ള വെള്ളമാണ് ഈ എ ബി എന്ന് പറയുന്ന ഭാഗങ്ങളിലേക്ക് തീരപ്രദേശങ്ങളിൽ കയറി വരുന്നത്. അപ്പോൾ ഈ സി ഡി എന്ന് പറയുന്ന പ്രദേശങ്ങളിലെ വെള്ളം എ ബി എന്ന് പറയുന്ന പ്രദേശങ്ങളിലേക്ക് കയറി വരുമ്പോൾ സ്വാഭാവികമായും ഡി സി എന്ന പ്രദേശങ്ങളിലെ വെള്ളത്തിന്റെ അളവ് താഴേക്ക് വരുന്നു. അതുകൊണ്ടാണ് അവിടെ വേലിയിറക്കം സംഭവിക്കുന്നത് അഥവാ ലോ ടൈഡ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്കൊരു സംശയം തോന്നാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചന്ദ്രന്റെയും സൂര്യന്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതായത് ഗുരുത്വാകർഷണ ബലം വേലികൾക്ക് കാരണമാകുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ചിത്രത്തിൽ ചന്ദ്രനെ മാത്രം കാണിച്ചത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൂര്യനേക്കാളും ഈ ഗുരുത്വാകർഷണ ബലം ഭൂമിയിൽ കൊടുക്കുന്നത് ചന്ദ്രനാണ്. എന്തുകൊണ്ടാണ്? സൂര്യന് വലുതൊക്കെ തന്നെയാണ്, പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ചന്ദ്രന് കൂടുതൽ ആകർഷണ ബലം കൂടാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചന്ദ്രനും സൂര്യനും തമ്മിലുള്ള ഭൂമിയിൽ നിന്നുള്ള അകലമാണ്. അതായത് പിന്നെ സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രന് വലിപ്പമൊക്കെ ചെറുതാണ് ചന്ദ്രന്, പക്ഷേ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, നിയറായിട്ട് നിൽക്കുന്നത് ചന്ദ്രനാണ്. സൂര്യൻ ഒരുപാട് ദൂരെയാണ്. അതുകൊണ്ട് തന്നെ സൂര്യനേക്കാൾ ആകർഷണ ബലം ചെലുത്തുന്നത് ചന്ദ്രനാണ്.
കാരണം ചന്ദ്രൻ അടുത്തുള്ളതുകൊണ്ട് ചന്ദ്രന് ആകർഷണബലം കൂടും, സൂര്യൻ വളരെ ദൂരെയാണ്, അതുകൊണ്ട് ആകർഷണബലം കുറയുന്നുണ്ട്. അതുകൊണ്ട് ചന്ദ്രന്റെ ആകർഷണബലം മൂലമാണ് കൂടുതലായും വേലികൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സമുദ്രജല ചലനങ്ങളെ കുറിച്ചാണ്. 2 പ്രധാന ചലനങ്ങളെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്. ഒന്ന് തിരമാലകളും 2 വേലികളും. എങ്ങനെയാണ് തിരമാലകൾ ഉണ്ടാകുന്നതെന്നും തിരമാലകളുടെ പ്രത്യേകതകൾ എന്താണെന്നും അതുപോലെ തന്നെ വേലികൾ എന്താണെന്നും എങ്ങനെയാണ് വേലികൾ സൃഷ്ടിക്കപ്പെടുന്നതെന്നും വേലിയേറ്റം എന്താണെന്നും വേലി ഇറക്കം എന്താണെന്നും ഇതിനുള്ള കാരണങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. വീണ്ടും അടുത്ത സമുദ്രജല ചലനവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.